യോഗയാണ് നമ്മുടെ വിഷയം അല്ലേ. അപ്പോൾ യോഗയെ നമ്മൾ യോഗയുടെ സെൻസിൽ, അതായത് പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതം വെച്ചിട്ട് അതിനൊന്ന് പറയാൻ ശ്രമിച്ചാലോ. അപ്പോൾ ഒരു വിത്ത് അതിൻ്റെ വൃക്ഷമെന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്, ഒരു ബീജം അതൊരു മനുഷ്യനായി തീരുന്നത്, ഈ ലോകം ഇത്രയും വ്യത്യസ്തമായിട്ട് വിസ്തൃതമായി തീർന്നത്, ഇതെല്ലാം എപ്രകാരമാണോ, ഇതെല്ലാം സംഭവിക്കുന്നത് എപ്രകാരമാണോ, ഇതിൻ്റെ എല്ലാം റിയലായിട്ടുള്ള ആ ഒരു ഭാവം എന്താണോ, ആ തത്വത്തെ തിരിച്ചറിയലാണ് ആക്ച്വലി യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കൂടിച്ചേരുന്നത് എന്താണോ അതാണ് യോഗം. അപ്പോൾ നമ്മൾ യോഗ പഠിക്കുന്നു, യോഗ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി നമ്മൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള അഭ്യാസങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഗ ഒരിക്കലും നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കുവാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഓക്കെ വിട്ടേക്കാം. ഓക്കെ, കാരണം ഒരു മനുഷ്യന് അവൻ്റെ ആഹാരം, അവൻ്റെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത്, ദെൻ അവൻ്റെ ഊർജത്തിൻ്റെ ആ ഒരു ബാലൻസ്, പിന്നെ മൈൻഡ്, അതായത് മാനസികമായിട്ടുള്ള ആ ഒരു സ്വസ്ഥത, അവൻ്റെ സന്തോഷം, അവൻ്റെ സെൽഫായിട്ടുള്ള റിയലൈസേഷൻ മീൻസ് സാറ്റിസ്ഫാക്ഷനിലൂടെ അവൻ എത്തിച്ചേരുന്ന ആ ഒരു അവസ്ഥ, മാറ്റമില്ലാത്തൊരവസ്ഥയാണത്. നമ്മുടെ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു യോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും സംതൃപ്തിയോടെ അവൻ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുവാനുള്ള ഓരോ കടമ്പകളെയും സംയോജിപ്പിച്ചിട്ട് അതിൻ്റെ ആ ഉച്ചസ്ഥായിൽ എത്തുന്ന സ്റ്റേറ്റിനെ പറയുന്നതാണ് യോഗ എന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുന്നതും, പ്രാണായാമം എന്ന് വെച്ചാൽ ബ്രീത്തിങ് ആണ്, പിന്നെ മെഡിറ്റേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ ഇതിനൊരു അടുക്കും ചിട്ടയും ഉണ്ട്. ഓക്കെ, എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ രോഗങ്ങൾ, പിന്നെ മെൻ്റലി ഉള്ള പ്രോബ്ലംസ്, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും നല്ലതല്ല, ഇല്ലെങ്കിൽ ഇതിലൂടെ മാറ്റം വരുന്നില്ല എന്നല്ല പറയുന്നത്. എന്നാൽ ഇതിലേക്ക് മാത്രം അതിനെ ഒതുക്കി ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യാപ്തി നഷ്ടപ്പെട്ടു പോകും. യോഗ എന്ന വാക്കിന് അവിടെ യാതൊരുവിധ അർത്ഥവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് യോഗ എന്താണെന്ന് നോക്കാം. അപ്പോൾ പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തെ ബേസ് ചെയ്താണ് നമ്മൾ കൂടുതലും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അതാണ് ഏറ്റവും സാധാരണക്കാരനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് എളുപ്പം. കാരണം അതിൽ ആസനം, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്നീ 8 ലിംസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതായത് 8 പാത്തിലൂടെ നമ്മൾ കടന്നു പോയെങ്കിൽ മാത്രമേ ഈ യോഗ എന്ന ആ ഒരു പദത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ആദ്യം പറഞ്ഞ നമ്മൾ ആസനം എന്നൊരു വാക്കുണ്ട്. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗത്തിൽ 196 സൂത്രങ്ങളിലായിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ സമാധിപാദം, സാധനാപാദം, കൈവല്യപാദം എന്നൊക്കെ ഇങ്ങനെ 3 സൂത്രങ്ങളായിട്ട്, 3 ഘട്ടങ്ങളായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസനം, അത് ഹഠയോഗത്തിലൂടെ മാത്രമേ നമുക്ക് അഷ്ടാംഗയോഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അഷ്ടാംഗയോഗത്തിനെ തന്നെയാണ് രാജയോഗം എന്നും പറയുന്നത്. അപ്പോൾ ഹഠയോഗം എന്താണ്? ഹഠയോഗം എന്ന് പറയുന്നതിൽ അഷ്ടാംഗയോഗത്തിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. യമനിയമങ്ങൾ എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ അതിലില്ല. അതിൽ യമവും നിയമവും. അതൊന്ന് നമ്മുടെ സോഷ്യൽ ഡിസിപ്ലിൻ, രണ്ടാമത് നമ്മുടെ പേഴ്സണൽ ഡിസിപ്ലിൻ. ഇതില്ലാതെ നമുക്കൊരിക്കലും ഈ ഹഠയോഗവും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല, അഷ്ടാംഗയോഗവും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. അതെന്താണെന്ന് നമുക്ക് വഴിയേ നോക്കാം. ഓക്കെ, അപ്പോൾ ഹഠയോഗത്തിൽ ഹ എന്നത് സൂര്യനെയും ഠ എന്നത് ചന്ദ്രനെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് എനർജികളാണ്. ഒന്ന് പോസിറ്റീവ് എനർജിയും മറ്റൊന്ന് നെഗറ്റീവ് എനർജിയും. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എനർജികളെ ബാലൻസ് ചേർത്ത് അതിനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള അവസ്ഥയിൽ കൊണ്ടെത്തിച്ച് പരമോന്നതമായ ഒരു തലത്തിലേക്ക് എത്തിച്ചേർക്കുമ്പോൾ നമ്മൾ ഈ ശരീരം എന്ന ആ ഒരു ബോധത്തിൽ നിന്ന് മാറി യൂണിവേഴ്സായിട്ടുള്ളൊരു ബോധത്തിലേക്ക് മാറുന്നു എന്നതാണ് സാരം. അപ്പോൾ അതിന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ബർത്ത് തൊട്ട് നമ്മുടെ മരണം വരെയുള്ള ആ കാലഘട്ടത്തിലുള്ള ജീവിതം എല്ലാം നമ്മൾ അനുഭവിച്ചറിയുന്നത് ഈ ശരീരത്തിലൂടെയാണ്. അപ്പോൾ ആ ശരീരം, അതിനെ നമ്മൾ എങ്ങനെ പരിപാലിക്കണമെന്നത് ഒന്നാമത്തെ ഘട്ടമാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ചലിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഇമോഷൻസിനെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇതൊരു സിസ്റ്റമാണ് ആക്ച്വലി.
അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ആസനങ്ങൾ അഥവാ പോസ്റ്റേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെയും ചെറിയൊരു കാര്യമുണ്ട്. ആസനം എന്നത് സ്ഥിരം സുഖം ആസനമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ആസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ ഇരിക്കണമെന്നൊന്നും അതിൽ നിഷ്കർഷിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിന് വഴക്കമുണ്ടാവണം അല്ലേ? അത് ഏറ്റവും പ്രധാനമാണ്. ആ വഴക്കം മാത്രം സിദ്ധിച്ചാൽ പോരാ, ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും എന്തുണ്ടാവണം? ബാലൻസ് ഉണ്ടാവണം. അത് നല്ല രീതിയിൽ തന്നെ നടക്കണം. ഇതെല്ലാം ഒരു ഘട്ടങ്ങളിലൂടെ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിന് ശരീരത്തിനെ കൂടുതൽ വഴക്കമുള്ളതും അയവുള്ളതും സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നിന്നും റിലീഫ് കൊടുക്കുന്നതുമായിട്ടുള്ള രീതിയിൽ ആ പോസ്റ്റർ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിലൂടെയാണ് അതിൻ്റെ ഊർജ്ജം നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് അതിനുള്ള എനർജിയാണ്. ഒരു ലൈറ്റ് പ്രകാശിക്കണമെങ്കിൽ അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു വരണം. സോ അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റിയാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. പുറത്ത് നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ശ്വാസോച്ഛ്വാസം, അതായത് ശ്വാസം എന്ന് വിളിക്കും. ഉള്ളിലേക്ക് അതിനെ കിടക്കുമ്പോൾ നമ്മളതിനെ പ്രാണനായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രാണനെ ബാലൻസ് ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ ശരീരത്തിൻ്റെ ബാലൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ മനസ്സിനെ തിരിച്ചറിയുന്നതും ഈ പ്രാണനിലൂടെ തന്നെയാണ്. പ്രാണനിലുണ്ടാവുന്ന വൈബ്രേഷൻസ് ആണ് ആക്ച്വലി മനസ്സിലെ തോട്ടുകളെന്ന് പറയാം. അപ്പോൾ മനസ്സ് എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ മനസ്സിലുണ്ടാവുന്ന ഓരോ ഇമോഷൻസും നമ്മുടെ ശ്വാസത്തിൽ വ്യതിയാനം ഉണ്ടാക്കുന്നുണ്ട്. സന്തോഷിക്കുമ്പോഴുള്ള ശ്വാസോച്ഛ്വാസമായിരിക്കില്ല സങ്കടപ്പെടുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ ശ്വാസത്തെ കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് നിർത്തിയല്ല, കൃത്യമായിട്ടുള്ള പ്രാക്ടീസോട് കൂടി അതിനെ ഇതിൻ്റെ ഒരു റെഗുലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. അത് ആയിത്തീരുകയാണ് ചെയ്യുക. അവിടെയാണ് നമ്മൾ പ്രാണായാമം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മളതിനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലായിട്ട് വരും. അപ്പോൾ മനസ്സ് സ്ഥിരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുദ്ധി അവിടെ ഉണർന്ന് പ്രവർത്തിക്കും. ബുദ്ധിയുടെ ഉണർന്ന് പ്രവർത്തനമാണ് ആ മനസ്സിനെ സ്ഥിരമാക്കി നിർത്തുക എന്നുള്ളത്. ആ സ്ഥിരമായ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഈഗോ നശിക്കും. കാരണം ബുദ്ധി ഉണരുമ്പോൾ അവിടെ ഇഗ്നോറൻസ്, അതായത് അവിദ്യ അവിടെ നിന്ന് നീങ്ങും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിദ്യാധാരണകൾ, നമ്മുടെ ശരീരം മാത്രമാണ് നാം എന്നുള്ള അഹങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തുവാകും? അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടും. ഈ ബോധത്തിലേക്ക് എത്തുവാനുള്ള പടികളായിട്ടാണ് ഇതിനെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അഷ്ടാംഗയോഗ എന്താണെന്ന് നോക്കാം. അതിൽ യമം നിയമം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് യോഗ അഭ്യസിക്കുന്ന പലരും ഈ രണ്ട് കാര്യങ്ങളും സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഹഠയോഗം എന്ന് പറയാം. 6 കാര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ യമം നിയമം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? അതിൽ യമം നമ്മൾ പറഞ്ഞു സോഷ്യൽ ഡിസിപ്ലിനാണ്, നിയമം എന്ന് പറയുന്നത് പേഴ്സണൽ ഡിസിപ്ലിനാണ്. യമത്തിൽ പറയുന്ന കാര്യങ്ങൾ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ 5 കാര്യങ്ങൾ യമത്തിലുണ്ട്. നിയമത്തിൽ വരുമ്പോൾ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നീ 5 കാര്യങ്ങളുമുണ്ട്. മൊത്തം 10 എണ്ണം. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഡിസിപ്ലിൻ അത് നമുക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. സെൽഫ് ഡിസിപ്ലിൻ അത് നമ്മൾ പാലിക്കേണ്ടതുമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ സോഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ ഒരിക്കലും പേഴ്സണൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. പേഴ്സണൽ ഡിസിപ്ലിൻ ഇല്ലാതെ സോഷ്യൽ ഡിസിപ്ലിനും ഉണ്ടാവുന്നില്ല. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അഹിംസ, മനസ്സുകൊണ്ട്, നോട്ടം കൊണ്ട്, വാക്കുകൊണ്ട്, അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങൾ കൊണ്ടും ഒന്നിനെയും നോവിക്കാതിരിക്കുക എന്നതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അതിനെ നമ്മുടെ നിയമവുമായിട്ട് കണക്ട് ചെയ്യാം. ശൗചം, അതായത് ശാരീരികമായിട്ടുള്ള ശുദ്ധി മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ എല്ലാ തലത്തിലും മനസ്സ്, വാക്ക്, പ്രവൃത്തി, ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ആ ശുദ്ധി ഉണ്ടാവണം. അപ്പോൾ ഈ ഹിംസയുള്ളൊരു മനസ്സിൽ ഈ ശുചിത്വം ഉണ്ടാവില്ല, അവിടെ അശുദ്ധമാക്കപ്പെട്ടു. അശുദ്ധമായ ഒരു മനസ്സുള്ള ആളിൽ ഹിംസയായിരിക്കും നിറഞ്ഞു നിൽക്കുക, അവിടെ അഹിംസ ഉണ്ടാവില്ല. സോ രണ്ടും കണക്റ്റഡായി. ഇനി രണ്ടാമത്തേതാണ് സത്യം. നിയമത്തിൽ വരുമ്പോഴത്തേക്ക് അത് സന്തോഷമാകും. ഓക്കെ, അപ്പോൾ സത്യവും സന്തോഷവും. നമ്മുടെ ഉള്ളിൽ സത്യമില്ല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ സത്യമില്ല, മൊത്തം കളങ്കമാണ്. അപ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ ശുദ്ധിയിൽ അശുദ്ധി ഉണ്ടായി. ഈ കള്ളം പറയുന്നത് തന്നെ ഒരു ഹിംസയാണ്. അപ്പോൾ അവിടെ സന്തോഷം പോയി.
അപ്പോൾ നിയമത്തിൽ വരുമ്പോൾ അവിടെ വരുന്നത് സന്തോഷമാണ്. അപ്പോൾ സന്തോഷം സത്യമില്ലാതായപ്പോൾ അവിടെ സന്തോഷം ഉണ്ടാകുന്നില്ല. കാരണം ഈ കള്ളത്തെ മുറുകെ പിടിക്കാൻ വീണ്ടും വീണ്ടും നുണകൾ പറയണം, മനസ്സമാധാനം നഷ്ടപ്പെട്ടു. സോ ഇവ ഇപ്പോൾ കണക്റ്റ് ആയിട്ടില്ലേ? ഇനി അസ്തേയം, അഹിംസ, സത്യം, ആസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് മാത്രമല്ല മോഷണം, മനസ്സുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൾ കൊണ്ട് പോലും നമുക്കതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു തലത്തിലും ഇത് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ് അസ്തേയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശൗച, സന്തോഷ, തപസ്. അപ്പോൾ ഈ നോൺ സ്റ്റീലിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് മോഷ്ടിക്കുക അല്ലെങ്കിലും മോഷ്ടിക്കാതിരിക്കുക എന്ന് പറയാം. മോഷ്ടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിലേക്ക് തന്നെ നമുക്ക് സംതൃപ്തിപ്പെടാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് സമാധാനത്തോടെ സ്റ്റെഡിനെസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അതായത് സ്ഥിരത. അപ്പോൾ ഈ നമുക്ക് അറിയാമല്ലാത്ത ഒന്നിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് മനസ്സമാധാനം നഷ്ടമാകും. നമുക്കൊന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല. അതാണ് നമ്മുടെ നിയമത്തിൽ തപസ്സിൽ വരുമ്പോൾ സംഭവിക്കുക. തപസ് എന്നത് നമുക്ക് എന്തിനൊന്നിനോടാണോ നമുക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മുടെ ശരിയായ രീതിയിലുള്ള പ്രയത്നമാണ്, സമർപ്പണമാണ് തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനെ സന്യാസം എന്ന തലത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അയാൾ എല്ലാത്തിൽ നിന്നും പൂർണ്ണ വൈരാഗ്യം തീടി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണോ ആ തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പണം നടത്തുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇത് ഒന്നിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഈ അഹിംസ, സത്യം, ആസ്തേയം, ശൗച, സന്തോഷ, തപസ് ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ബ്രഹ്മചര്യം. ഇവിടെ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമുണ്ട്, ഗൃഹസ്ഥന് ഈ ബ്രഹ്മചര്യം എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളത്. എന്നാൽ യോഗ ഗൃഹസ്ഥാശ്രമികൾക്കും യോജിക്കുന്ന ഒന്നാണ്. കാരണം ഇപ്പോൾ ദൈവമായിട്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലെ ഒരാളായിട്ട് കരുതിയാലും ശിവനും ശ്രീകൃഷ്ണനും ഇവർ ഗൃഹസ്ഥാശ്രമികൾ തന്നെയായിരുന്നു. അവരെ ഈ സിസ്റ്റത്തെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും ജനങ്ങൾക്ക് സുഖകരമാകുന്ന അല്ലെങ്കിൽ പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തവരാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രഹ്മചര്യം? അതായത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലുമുള്ള ആ ഒരു സംതൃപ്തിയിൽ നിന്നും നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുക ചെയ്യുക. അതായത് അമിതമായ ആഗ്രഹങ്ങളോടുള്ള ആസക്തി ഇല്ലാതാക്കുക, അമിതമായി സംസാരിക്കാതിരിക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക, ആവശ്യമായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കാവുന്നത്. ഇനിയുള്ളത് ബ്രഹ്മചര്യം അപരിഗ്രഹ. അത് നിയമത്തിൽ വരുന്നതാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളോട് ആസക്തി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എനിക്ക് ജീവിക്കാനായിട്ട് ഈ ഒരു നേരത്തെ ഭക്ഷണം മതി, എന്നാലും ഞാൻ നാളത്തേക്ക് കൂടെയുള്ള കരുതലിനായിട്ട് ഈ നേരത്തെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ചിലപ്പോൾ പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ ഇന്നത്തെ സമാധാനം വെടിഞ്ഞുകൊണ്ട് നാളത്തെ സമാധാനത്തിനായിട്ട് നമ്മൾ എന്തൊക്കെയോ ശേഖരിക്കാനായിട്ടുള്ള ഓട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണോ ഈ നിമിഷം വേണ്ടത് അതിലൂടെയുള്ള സംതൃപ്തിയാണ് അപരിഗ്രഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിയമത്തിലേക്ക് വന്നാലോ, സ്വാധ്യായം. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും കഴിഞ്ഞ് വന്ന് ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പുനർവിചിന്തനം ചെയ്യുക. നല്ല പുസ്തകങ്ങൾ, അതായത് നമ്മളെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ഇനി ഈശ്വര പ്രണിധാനം, അതൊരു സറണ്ടറാണ്. ഇന്നൊരു ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യണമെന്നും അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തന്നെ സറണ്ടർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മൾ സ്വയം സ്നേഹിക്കാനും നമ്മുടെ ഉള്ളിനെ അറിയാനും ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. നമ്മളൊരു ഒന്നിന് മുന്നിലേക്ക് ചെന്ന് വർഷിപ്പ് ചെയ്യുമ്പോഴും നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ആ ഒരു ദൈവികതത്വം നമ്മൾ അനുഭവിച്ചറിയുക. അപ്പോൾ ആ ഒരു സ്വയമുള്ള സറണ്ടറൻസ് ആണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളില്ലാത്ത ഒരാൾ എത്രയൊക്കെ വലിയ അഭ്യാസങ്ങൾ നടത്തിയാലും സിദ്ധികൾ നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് യോഗ എന്ന തലം അപ്രാപ്യമായിരിക്കും. അത്രയാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. കാരണം ഈ ആസനങ്ങളും പ്രാണായാമങ്ങളും എല്ലാം നമുക്ക് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ഈ യമനിയമങ്ങൾ, അതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുക.
ഇപ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടിപ്പൊക്കുന്ന എത്ര നില കെട്ടിടമായെങ്കിലും ഒരു കാറ്റ് വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തകർന്നടിഞ്ഞ് വീഴും. അപ്പോൾ അത് എങ്ങനെ ആവണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം, ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നമ്മുടെ ജീവിതമായിട്ട്, സാധാരണക്കാരൻ്റെ ജീവിതമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അസുഖങ്ങൾ. ഇന്ന് കെട്ടിപ്പൊങ്ങുന്ന നിരവധി ഹോസ്പിറ്റൽസുകളും അതിൻ്റെ ഫെസിലിറ്റികളും നമുക്കറിയാം. അത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ആക്സിഡൻറ്റുകളൊന്നും മാത്രമല്ല നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് 95% ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ജീവിതശൈലിയെ നേരെയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാനും സാധിക്കും, ഇത്രയും രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും സാധിക്കും. അത്രയേ ഇതിലൂടെ സംഭവിക്കുന്നുള്ളൂ. നിങ്ങളെ തിരിച്ചറിയുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചറിയുന്നതിലൂടെയും നിങ്ങൾക്ക് എന്ത് വേണം വേണ്ട എന്ന് തിരിച്ചറിയുന്നതിലൂടെയും നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റമാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു ആസനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നതിനർത്ഥം തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ ശരിയായ രീതിയിൽ, അതിന് വേണ്ട രീതിയിൽ നമ്മൾ കെയർ കൊടുത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മാജിക് ഒന്നുമില്ല. അതുപോലെ തന്നെ പ്രാണായാമങ്ങൾ. ഇപ്പോൾ ക്യാൻസർ സെല്ലിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഓക്സിജൻ സഫീഷ്യൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ക്യാൻസർ സെല്ലിനെ ആക്റ്റീവ് ആക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. സോ പ്രാണായാമം മുഖേന നമുക്ക് ഈ ഓക്സിജനെ സഫീഷ്യൻ്റായിട്ട് നിലനിർത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളിലേക്ക് വരാം. കാരണം നിങ്ങൾ നിയമങ്ങളെക്കാളും ഒക്കെ ഇമ്പോർട്ടൻറ്റ് നമുക്ക് ശാരീരിക സൗഖ്യം കിട്ടണം എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. മെയിനായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇറഗുലറായിട്ടുള്ള മെൻസ്ട്രേഷൻ ആയിരിക്കും. PCOD, PCOS ഈ പ്രശ്നങ്ങൾ, നടുവേദന, അതൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ ലൈഫിൽ. കാലിൻ്റെ മുട്ടിന് വേദന, പിന്നെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ, അതിന്ന് ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഡയബറ്റീസ് ഇന്ന് ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നവും ഹാർട്ടിൻ്റെ പ്രോബ്ലംസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇതെങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് മാക്സിമം നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ നിങ്ങളൊരു പാവക്കുത്ത് ചെയ്യുന്നത് പോലെ ആരോ ഒരാൾ പറയുന്നു, കീ കൊടുക്കുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. മറ്റൊരാൾക്ക് നിങ്ങളുടെ ഒരു അറിവ് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണം നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ബാക്ക് പെയിൻ. ഭൂരിഭാഗം പേരിലും ബാക്ക് പെയിൻ ഉണ്ടാകുന്ന മെയിൻ റീസൺ ഈ നടുവിൻ്റെ, നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തെ മസിൽസുകൾ ഉണ്ടാകുന്ന വീക്ക്നെസ്സാണ്. അതായത് ഈ ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മസിൽസുകൾ കൊണ്ടാണ്. അപ്പോൾ ആ മസിൽസുകൾ സ്ട്രെങ്ത് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രഷറുകളും മൂവ്മെൻറ്റ്സിൻ്റെ ആ സ്ട്രെയിനും എല്ലാം നേരെ നമ്മുടെ നട്ടെല്ലിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന നാഡീഞരമ്പുകൾക്കൊക്കെ ക്ഷതമേക്കും. ഇതിൻ്റെ ചിലപ്പോൾ സ്ഥാനത്തിന് ചലനം സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഒത്തിരി നേരം ഒരേ പോസ്റ്ററിൽ നിൽക്കുക, ദൈനംദിനം ഹൈറ്റ് കയറിക്കൊണ്ടിരിക്കുക, ഹീൽസ് ഉള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക, തെറ്റായ രീതിയിൽ കിടക്കുക, തെറ്റായ രീതിയിൽ ഇരിക്കുക, റോങ് പോസ്റ്റേഴ്സിൽ ഇരിക്കുക, ഇതൊക്കെ നടുവേദനയ്ക്കൊരു പ്രധാന കാരണങ്ങളുമാണ്. പിന്നെ വെള്ളത്തിൻ്റെ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാത്തതും ഇതിനൊരു പ്രധാന റീസണായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സെല്ലിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ജലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഭക്ഷണം. യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം പറഞ്ഞു ആസനങ്ങളോ പ്രാണായാമങ്ങളോ മാത്രമല്ല, അതിൻ്റെ സമാധാനപരമായിട്ടുള്ളൊരവസ്ഥയും പിന്നെ ഭക്ഷണത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു ദിനം കഴിഞ്ഞു പോകുന്ന എന്തെല്ലാം ഘട്ടത്തിലൂടെയാണോ ഈ ഘട്ടങ്ങളെല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. അതിൽ അന്നത്തിനൊരു പ്രധാന ഭാഗമുണ്ട്. കാരണം നമ്മൾ രൂപപ്പെട്ടതും നമ്മൾ നിലനിൽക്കുന്നതും പരിപോഷിപ്പിക്കപ്പെടുന്നതുമെല്ലാം ഈ ഭക്ഷണത്തിലൂടെയാണ്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ നമ്മൾ അതായി തീരുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അതിനാണ് ഡയറ്റ് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുക. നിങ്ങൾ എല്ലാ ഭക്ഷണവും കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഒന്നിലൂടെ മാത്രം നമുക്ക് ഒന്നിനെയും ക്യൂർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ അറിയാവുന്നവരോട്, അതായത് ഡോക്ടേഴ്സിനോടോ ഇല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിനോടോ അവരോട് ചോദിച്ചിട്ട് അവരുടെ സജഷൻസ് സ്വീകരിച്ചിട്ട് ആ ഒരു രീതിയിൽ മാറ്റം വരുത്തുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും ഞങ്ങൾ യോഗയിലൂടെ അല്ലെങ്കിൽ ആസനങ്ങളിലൂടെ മാത്രം ഇത് മാറുമെന്ന് ഒരിക്കലും പറയുന്നില്ല. നമുക്ക് എല്ലാം അത്യാവശ്യമാണ്. ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് സപ്പോർട്ട് എടുക്കേണ്ടി വരും. സോ നമുക്ക് ബാക്കി മെഡിക്കൽ സിസ്റ്റം അത്യാവശ്യമാണ്. എന്നാൽ അതില്ലാത്തൊരു സാഹചര്യം, അതായത് നമ്മുടെ ശരീരത്തിന് തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിൽ നിങ്ങൾ മാക്സിമം അതിനെ തന്നെ ശരിയായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു 2 വർഷം നമ്മൾ ജീവിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 4-5 വർഷത്തേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ളത്. ഇനി ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതലും സംഭവിക്കുന്നത് നമുക്ക് ശ്രദ്ധ നഷ്ടമാകും. നമ്മുടെ ശരീരത്തിന് എത്ര ആരോഗ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ബലമില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് തളർന്നു തന്നെ പോകും. അത് നമ്മുടെ ഹോർമോൺസിന് ഇംബാലൻസ് ഉണ്ടാക്കും. കാരണം ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. മെയിനായിട്ടും ഈ കോർട്ടിസോൾ പോലുള്ള കാര്യങ്ങൾ, പിന്നെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അമിഗ്ഡാലയുടെ പ്രവർത്തനം, ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കുക. അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ യോഗാസനങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ മെഡിറ്റേഷൻ്റെ പുറകെ പോകാറുണ്ട്, മെഡിറ്റേഷൻ പഠിക്കാവുന്നൊരു കാര്യത്തിൽ. മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ചിന്തകളില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇത് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്നത് ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നൊരു ചിന്താഗതിയിൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടിരിക്കുമ്പോൾ നമുക്കിതിനെപ്പറ്റിയുള്ള ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും. ഒന്നും ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ മെഡിറ്റേഷൻ, പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് ചിന്തകൾ വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റിയൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് എനിക്ക് കുറച്ച് നേരം ഇരിക്കണം, അത്രമാത്രം ചിന്തിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ. ജസ്റ്റ് കണ്ണടച്ചിരിക്കുക, കണ്ണ് തുറക്കണമെന്ന് തോന്നുമ്പോൾ കണ്ണ് തുറക്കുക, പിന്നീട് അത് ആയി തീർന്നുകൊള്ളും. മെഡിറ്റേഷനും സംഭവിക്കേണ്ടതാണ്. ഇതിൽ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, ആസനത്തിൻ്റെ സ്ഥിരത, ഇതെല്ലാം കൃത്യമായ പരിശീലനത്തിലൂടെ സംഭവിക്കുന്നതാണ്. അതിന് ഒരു ഗുരുവിൻ്റെ ആവശ്യവും അനിവാര്യമാണ്. എന്തെന്നാൽ ഓരോരുത്തരും അവരവരുടെ നോളജുകൾ ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിൽക്കുന്ന ആ ഒരു തലത്തിൽ വാസ്റ്റായിട്ടുള്ള അറിവുള്ള ഒരാളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായിട്ടെടുക്കാൻ സാധിക്കും. ശരിയായ രീതിയിലുള്ള ശ്വസനം, ശരിയായ രീതിയിൽ ആ ഒരു ആസനത്തെ സ്ഥിരമായിട്ട് ഇരുത്താൻ സാധിക്കുക. എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകുന്ന അവസരത്തിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഒരു ഗൈഡൻസ് നൽകുക. ഇതെല്ലാം ഒരു ഗുരുവിന് സാധിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് എത്തേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സ്വയമുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹവും കൃതജ്ഞതയും. അതില്ലാതെ നമുക്ക് മറ്റൊന്നിൽ നിന്നും അത് നേടിയെടുക്കാനോ സാധിക്കില്ല, മറ്റൊന്നിനോടും ചേർന്ന് നിൽക്കാനും സാധിക്കില്ല. അപ്പോൾ ഒരു മനുഷ്യന് അവന് സ്വയം സ്നേഹിക്കാൻ സാധിക്കുക, സ്വയം തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരാളെ മനസ്സിലാക്കാനുമുള്ള ഒരു ഉപാധി.